السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين وبعد. അപ്പോൾ ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്നതിലെ ലാ, ഇതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് കഴിഞ്ഞത്. അപ്പം മഗ്ലൂബ് അലൈഹിം വലദ്ദാല്ലീൻ എന്നതിലെ മഗ്ലൂബ് ആരാണ്, ളാല്ലീൻ ആരാണ് എന്നതിലെ പൊതു കായികകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇന്ന് കൂടുതൽ അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളാണ്. ആരാണ് അള്ളാഹുവിൻ്റെ ഗളബിന് അർഹരായവർ, ആരാണ് വഴികേടിലായവർ. അപ്പോൾ ളലാല് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനു മുമ്പ് വഖുരിയ ഗൈറദ്ദാല്ലീൻ, ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്നിടത്ത് ലാ എന്നതിന് പകരം ഗൈറിനെ തക്രാർ ചെയ്തിട്ട് ഒരു ഖിറാഅത്തുണ്ട്. ഇനി ളലാല് എന്നാൽ എന്താണ്? ളലാല് വദ്ദലാൽ അൽ ഉദൂലു അനി ത്വരീഖി സവി അംദൻ ഔ ഖതൻ, അബദ്ധവശാലോ അല്ലെങ്കിൽ മനഃപൂർവ്വമോ നേരായ പാതയിൽ നിന്ന് വ്യതിചലിക്കുന്നതിനാണ് ളലാല് എന്ന് പറയാം. അപ്പോൾ അത് ഒരു നിർവചനം. എന്നാൽ വലഹു അർളുൻ അരീൽ, ഒരുപാട് വ്യത്യസ്ത മർത്തബകൾ ആ ളലാലിനുണ്ട്. അർളുൻ അരീൽ എന്ന് പറഞ്ഞാൽ വാസി. അപ്പോൾ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ളലാലുണ്ടാകും. അതന്നെ ആ ളലാലിൽ ഒരുപാട് മർത്തബകളുണ്ട്. ഈമാന്റെ വിഷയത്തിൽ പറഞ്ഞതുപോലെ 70 പരം ശുഅബകളാണെന്ന് പറഞ്ഞതുപോലെ ളലാലിനും അതിന് വ്യത്യസ്ത മർത്തബകളുണ്ട്. അതിലേറ്റവും ചെറുത് വത്തഫാവുത്തു ബൈന അദ്നാഹു, ആ ളലാലിൽ ഏറ്റവും ചെറുത് എന്ന് പറഞ്ഞാൽ അത് തെർക്കുൽ ഔലയാണ്. അഫ്ളലായ കാര്യങ്ങൾ, ഔലയായ കാര്യങ്ങൾ ഉപേക്ഷിക്കുക. അതാണ് ളലാലിൻ്റെ ഏറ്റവും താഴ്ന്ന പടി. പിന്നെ അഖ്സാഹു, അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലോ ഹുവൽ കുഫ്ർ, അത് കുഫ്റാണ്. അപ്പം ഈ അതിനയുടെയും അഖ്സയുടെയും ഇടയിലുള്ള തഫാവുത്ത് കസീറുൻ, അതന്നെ ഒരുപാടുണ്ട്. അപ്പോൾ ഏത്തെ വ്യത്യാസങ്ങൾ, വ്യത്യസ്ത മർത്തബകൾ, ഡിഗ്രികൾ, ലെവലുകൾ, അതൊക്കെ വ്യത്യസ്തമാണ്. ഈമാൻ്റെ വിഷയത്തിൽ പറയാറുണ്ട്, ഏറ്റവും വലുത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും ചെറുത് പിന്നെ ഇമാത്തുൽ അദാനി ത്വരീഖ് എന്ന് പറഞ്ഞതുപോലെ ളലാലിലും ഒരുപാട് വ്യത്യസ്ത മർത്തബകളുണ്ട്, ശുഅബകളുണ്ട്. അതിലേറ്റവും ചെറുത് തെർക്കുൽ ഔലയാണ്, പിന്നെ ഏറ്റവും വലുത് കുഫ്റുമാണ്. അപ്പം അതാണ് ളലാല്. ഇനി വഖീല അൽ മഗ്ലൂബ് അലൈഹിം അൽ യഹൂദ്, ഇവിടെ ഗൈരിൽ മഗ്ലൂബി അലൈഹിം എന്നതിൽ മഗ്ലൂബ് അലൈഹിം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അവിടെ യഹൂദന്മാരെയാണ്, ജൂതന്മാരെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നതൊരു ഖീലയാണ്. ലി ഖൗലിഹി തആല, അതിൻ്റെ കാരണം അല്ലാഹു തആല പറഞ്ഞതിന് വേണ്ടി ഫീഹിം, അവരുടെ കാര്യത്തിൽ, യഹൂദന്മാരുടെ കാര്യത്തിലാണ് അള്ളാഹു പറഞ്ഞത് മൻ ലഅനഹുല്ലാഹു വഗളിബ അലൈഹി, അവരല്ലാഹുവിൻ്റെ ശാപത്തിനും ദേഷ്യത്തിനും കോപത്തിനും ഇരയായവരാണ് എന്ന് പറഞ്ഞത് യഹൂദന്മാരെ പറ്റിയാണ്. സൂറത്ത് മാഇദ 60-ാമത്തെ ആയത്ത്, ഖുൽ ഹൽ ഉനബ്ബിഉകും ബിശദ്ദിൻ മിൻ ദാലിക മസൂബതൻ ഇൻദല്ലാഹ് മൻ ലഅനഹുല്ലാഹു വഗളിബ അലൈഹി. അപ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ ദേഷ്യത്തിനും ലഅനത്തിനും അവർ ഇരയായവരാണ് എന്ന് അള്ളാഹു തന്നെ പറഞ്ഞു. കാരണം അവർ ആളുകൾക്കിടയിൽ, ജനങ്ങൾക്കിടയിൽ അശദ്ദുന്നാസി അദാവത്തൻ അവർ ചെയ്തിട്ടുണ്ട്. അത് ഖൗലിയാവട്ടെ ഫീലിയാവട്ടെ ഒരുപാട് കോപത്തിനിരയാക്കുന്ന, ലഅനത്തിനിരയാക്കുന്ന പ്രവർത്തനങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അമ്പിയാക്കളെ അവർ വധിച്ചിട്ടുണ്ട്. തൗറാത്ത് വേദഗ്രന്ഥങ്ങളെ അവർ മാറ്റിമറിച്ചിട്ടുണ്ട്. പിന്നെ ഖൗലിയായിട്ടാണെങ്കിലോ ഇന്നല്ലാഹ ഫഖീറും വനഹ്നു അഗ്നിയ, അതവർ പറഞ്ഞതാണ്. യദുല്ലാഹി മഗ്ലൂല, അതവർ പറഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഖളബ് എന്ന് പറഞ്ഞാൽ ഇന്തിഖാമാണ്. ആ ഇന്തിഖാമിന് കൃത്യമായി അവർ ഇരയായവരാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. പിന്നെ
വല്ലാലീൻ അൻ നസാറ. ലാലീൻ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നസാറാക്കളാണ് എന്നും ഒരു ഖീലയുണ്ട്, ക്രിസ്ത്യാനികളാണ്. ലിഖൗലിഹി തആല ഖദ് ളല്ലു മിൻ ഖബ്ലു വ അളല്ലു കസീറ. അവർ സ്വയം പിഴച്ചവരാണ്, ഒരുപാട് പേരെ പിഴപ്പിച്ചവരുമാണ്. സൂറത്ത് മാഇദ 77-ാമത്തെ ആയത്ത്. വലാ തത്തബിഉ അഹ്വാ ഖൗമിൻ ഖദ് ളല്ലു മിൻ ഖബ്ലു വ അളല്ലു കസീറ വളല്ലു അൻ സവാഇ സബീൽ. സത്യമാർഗത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചവരാണ്. അപ്പോൾ പിന്നെ മഗ്ലൂബ് എന്ന് പറഞ്ഞാൽ യഹൂദന്മാരാണ്, ലാലീൻ എന്ന് പറഞ്ഞാൽ പിന്നെ ക്രിസ്ത്യാനികളാണ് എന്നതൊരു തീരയാണ്. എന്നാൽ ജൂതന്മാർ പിന്നെ പിഴച്ചവരാണോ അല്ലേ, അതിൽ പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ അവർക്ക് കൂടുതൽ ഖദബിന് അർഹരായവരാണ് എന്നേ അതിന് മഅനയുള്ളൂ. അവർ ദലാലിൽ തന്നെയാണ്, ആ ദലാലിലാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഉലൈക ശർറും മക്കാനൻ അദല്ലു അൻ സവാഇ സബീൽ. അത് യഹൂദന്മാരെ പറ്റി പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ അവർ കോപത്തിന് ഇരയായവരാണ് എന്ന് പറയുമ്പോൾ വലല്ലാലിൽ എന്നത് നസാറാക്കളാണെന്ന് പറയുമ്പോൾ യഹൂദന്മാർ വലല്ലാലിൽ പെട്ടതല്ലേ എന്ന സംശയത്തിന് സ്കോപ്പില്ല. അവർ കൂടുതൽ കോപത്തിന് ഇരയായവരാണ്. അതിൻ്റെ കാരണം നമ്മൾ നേരത്തെ പറയുകയും ചെയ്തു. പിന്നെ ഇവർ രണ്ടുമല്ലാത്ത കാഫിര്യങ്ങളോ, അവർ പിന്നെ ഖദബിനും ദലാലിനൊക്കെ അർഹരായവർ തന്നെയാണ്. വലാകിൻ മൻ ശറഹ ബിൽ കുഫ്രി സദ്റൻ ഫഅലൈഹിം ഖദബുൻ മിനല്ലാഹ് ഇന്നല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാഹി ഖദ് ളല്ലു ളലാലൻ ബഈദ. അപ്പോൾ ഈ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത് അവർ പിന്നെ കൂടുതൽ അതിന് അർഹരായവരും പിന്നെ അത്രത്തോളം അദാവത്ത് കാണിച്ചവരുമാണ് എന്ന വിഷയത്തിൽ അവരെ ഒന്ന് ഖാസാക്കി പറഞ്ഞു എന്നേ അതിന് വിശദീകരണമുള്ളൂ. അല്ലാതെ ളലാലിലായവർ നസാറാക്കൾ മാത്രമാണെന്നും ഖദബിലായവർ യഹൂദന്മാർ മാത്രമാണെന്നും വ്യത്യാസമില്ല. അപ്പം എല്ലാം ഉൾക്കൊള്ളുന്ന വിശദീകരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത്. വഖദ് റുബിയ മർഫൂഅൻ. ഈ പറയപ്പെട്ട അഭിപ്രായം അഥവാ മഗ്ലൂബ് അലൈഹിം യഹൂദന്മാരാണ്, പിന്നെ വലല്ലാലിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നസാറാക്കളാണ് എന്ന അഭിപ്രായം മർഫൂ ആയ ഹദീസായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മർഫൂഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇമാം തിർമിദി തങ്ങൾ പിന്നെ അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസായിട്ട് ഈ പറഞ്ഞത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഖാല അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അൽ മഗ്ലൂബു അലൈഹിം അൽ യഹൂദ് വല്ലാലൂൻ അൻ നസാറ എന്ന് നേരെ നെസ്സായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇമാം അഹ്മദ് തങ്ങൾ മുസ്നദിൽ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. സഅല റജുലുൻ അൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ് മൻ ഹൗലാഇൽ മഗ്ലൂബ് അലൈഹിം. ആരാണ് മഗ്ലൂബ് അലൈഹിം എന്ന് ഒരാൾ പ്രവാചകരോട് ചോദിച്ചു. ഫഖാല അൽ യഹൂദ് വമൻ ഹൗലാഇൽ ളാലൂൻ. ആരാണ് ളാലൂൻ? ഫഖാല അൻ നസാറ. അങ്ങനെ രണ്ട് വ്യത്യസ്ത റിവായത്തിലായിട്ട് ഈ പറയപ്പെട്ട ആശയം നേരെ മർഫൂ ആയ ഹദീസായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത തഅ്വീൽ വയത്തജിഹു അൻ യുഖാല അൽ മഗ്ലൂബ് അലൈഹിം അൽ ഉസാത്ത് വല്ലാലൂൻ അൽ ജാഹിലൂന ബില്ലാഹ് لأن المنعم عليه من وفق للجمع بين معرفة الحق لذاته والخير للعمل به فكان المقابل له من اختل إحدى قوتيه العاقلة والعاملة. ഇത് വേറൊരു വിശദീകരണമാണ്. അഥവാ വയത്തജിഹു ന്യായമായിട്ട് നമുക്ക് പറയാൻ പറ്റും അൻ യുഖാല അൽ മഗ്ലൂബ് അലൈഹിം അൽ ഉസാത്ത്. മഗ്ലൂബ് അലൈഹിം എന്നാൽ ജൂതന്മാർ എന്ന് പിന്നെ നസ്സായി പറയാതെ മഗ്ലൂബ് അലൈഹിം അൽ ഉസാത്ത്, അവർ ആസിയായ ആളുകൾക്കാണ് മഗ്ലൂബ് അലൈഹിം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ളാലൂൻ എന്ന് പറഞ്ഞാൽ വൽ ജാഹിലൂന ബില്ലാ, അള്ളാഹുവിനെ കുറിച്ച് അജ്ഞരായ ആളുകൾ, പിന്നെ അള്ളാഹുവിന് പിന്നെ ഇസ്യാൻ പ്രവർത്തിച്ചവർ, അവരാണ് മഗ്ലൂബ് അലൈഹിം. കാരണം എന്താണ്? ലിഅന്നൽ മുൻഅമ അലൈഹി, കാരണം മുൻഅമ അലൈഹി ആയ ആളുകളെന്ന് പറഞ്ഞാൽ ആരാ? മൻ മുഫിഖ ലിൽ ജംഇ ബൈന മഅരിഫത്തിൽ ഹഖ് ലിദാതിഹി വൽ ഖൈരിൽ അമൽ ബിഹി. അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായ മഅരിഫത്ത് കരസ്ഥമാക്കുകയും പിന്നെ
അമലിയായ കാര്യങ്ങളുടെ വിജ്ഞാനവും കരസ്ഥമാക്കി അത് പ്രവർത്തിക്കുകയും ചെയ്യാൻ തൗഫീഖ് ലഭിച്ചവരാണ് മുൻഅം അലൈഹിം. അപ്പോൾ അതിന് നേരെ മുക്കാബലയിൽ വരുമ്പോൾ ഫഖാനൽ മുക്കാബിലു ലഹു മൻ ഇഖ്തല്ല ഇഹ്ദാ ഖുവതൈഹിൽ ആഖില വൽ ആമില, ഈ പറയപ്പെട്ട ആഖിലും ആമിലുമായ രണ്ട് ഖുവത്ത്, അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള ആ ബുദ്ധി, അതുപോലെ ലഭിച്ച വിജ്ഞാനം കൊണ്ട് പ്രവർത്തിക്കാനുള്ള ആ പ്രവർത്തന ഖുവത്ത്, അത് രണ്ടിലും പിന്നെ ഖലൽ സംഭവിച്ചവർ അവരാണ് ആസിയും ളാല്ലൂൻ ആയ വിഭാഗം ആളുകൾ എന്നത് ന്യായമായ അഭിപ്രായമായി നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അൽ ഉസാത്ത് എന്ന് പറഞ്ഞാൽ അഖ്തഅ ഫിൽ അമൽ, അവർ പിന്നെ അമലിൽ ഖത സംഭവിച്ചവരാണ്. പിന്നെ അൽ ജാഹിലൂന ബില്ലാ എന്ന് പറഞ്ഞാലോ അഖ്തഅ ഫിൽ ഇഅ്തിഖാദ്, വിശ്വാസപരമായി അവർ പിഴച്ചവരാണ്. അപ്പം ഈ രണ്ട് ഖത ആണ് ഇവിടെ ഉദ്ദേശിച്ചത്. ലിഅന്നൽ മുൻഅമ അലൈഹി മൻ വഫിഖ ലിൽ ജംഇ ബൈന മഅരിഫത്തിൽ ഹഖ്, അള്ളാഹുവിനെ കൃത്യമായി അറിയാം, മഅരിഫത്തുൽ ഹഖ് ലിദാത്തിഹി, ആ മഅരിഫത്തിൻ്റെ ദാത്തിന് വേണ്ടി. കാരണം എന്താണ്, അത് പിന്നെ ബിദ്ദാത്ത് മഖ്സൂദാണ്. അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്നത് അതാ അറിയൽ തന്നെ ബിദ്ദാത്ത് മഖ്സൂദാണ്. അതുകൊണ്ടാണ് ലിദാത്തിഹി എന്ന് പറഞ്ഞത്. എന്നാ വൽ ഖൈർ അഅമാലിനെ കുറിച്ച് അറിയാനും അവർ പിന്നെ തൗഫീഖ് ലഭിച്ചവരാണ്. ലിൽ അമൽ ബിഹി, അഅമാലിനെ കുറിച്ച് അറിവുണ്ടായിട്ട് കാര്യമില്ല, പക്ഷേ അത് ലിൽ അമൽ ബിഹി, അതുകൊണ്ട് പ്രവർത്തിക്കാനാണത്. അപ്പോൾ ഒന്ന് ലിദാത്തിഹിയാണ്, ഒന്ന് ലിൽ അമൽ ബിഹിയാണ്. ദാത്തിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കുറിച്ചുള്ള മാരിഫത്തുൽ ഹഖ്, അള്ളാഹിനെ കുറിച്ചുള്ള അറിവ്, അത് ലിദാത്തിഹി തന്നെ അത് മഖ്സൂദാണ്. ഖൈർ എന്ന് പറഞ്ഞാൽ അമാലിനെ കുറിച്ചുള്ള വിജ്ഞാനം, ആ വിജ്ഞാനം അത് ബിദ്ദാത്ത് മഖ്സൂദല്ല, അതേസമയത്ത് അമൽ ബിഹി, ആ വിജ്ഞാനം കൊണ്ട് പ്രവർത്തിക്കാനാണ്. ഇത് രണ്ടും പിന്നെ തൗഫീഖ്, ഇത് രണ്ടുകൊണ്ടും തൗഫീഖ് ലഭിച്ചവരാണ് മുൻഅമ അലൈഹി, അന്നംത അലൈഹി എന്ന് പറഞ്ഞ ആളുകൾ. അപ്പോൾ അതിൻ്റെ മുക്കാബലയിൽ വരുമ്പോൾ മൻ ഇഖ്തല്ല ഇഹ്ദാ ഖുവതൈഹിൽ ആഖില വൽ ആമില, നേരത്തെ പറഞ്ഞ ലിദാത്തിഹി ആയ മഅരിഫത്ത് അതാണ് ആഖില, പിന്നെ വൽ ഖൈറുൽ അമൽ ബിഹി അതാണ് ആമില. ഇത് രണ്ടിലും ഖലൽ സംഭവിച്ചവർ, വ്യതിചലനം സംഭവിച്ചവർ, അവരാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പം ഈ പറഞ്ഞ ന്യായമായ വാദത്തെ അതിന് തെളിവായി ഖുർആനിൽ നമുക്ക് ഉദ്ധരിക്കാൻ പറ്റും. വൽ മുഖില്ലു ബിൽ അമലി ഫാസിഖുൻ, അമലിൽ പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തിയവൻ ഫാസിഖാണ്, അവന് ഫാസിഖുൻ മഗ്ലൂബുൻ അലൈഹി, അവന് അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയായവനുമാണ്. ലിഖൗലിഹി തആല, അത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഫിൽ ഖാതിലി അംദൻ, മനഃപൂർവ്വം ഒരു മുഅ്മിനിനെ വധിച്ച ഒരാൾ, ആ ഖാതിലിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് വഗദിബല്ലാഹു അലൈഹി, അള്ളാഹു അവനെ കോപിച്ചിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇന്തിഖാം അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നു. അതുപോലെ വൽ മുഖല്ലു ബിൽ ഇൽമി ജാഹിലുൻ ളാല്ലുൻ, ഇൽമിൽ വീഴ്ച വരുത്തിയവൻ അവനും ജാഹിലാണ്, ളാല്ലാണ്. ലിഖൗലിഹി തആല ഫമാദാ ബഅദൽ ഹഖ് ഇല്ല ളലാൽ, ഹക്കിൻ്റെ മുക്കാബലയിൽ ളലാലാണ്. ഹക്ക് എന്ന് പറഞ്ഞാൽ മഅരിഫത്തുള്ള, അപ്പോൾ അതിൻ്റെ മുക്കാബലിൽ വരുന്നത് ളലാലാണ്. അതുകൊണ്ട് ഇൽമിൽ വീഴ്ച വരുത്തിയവൻ മാ യജിബു ഇൽമുഹു, അവന് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട, അവൻ്റെ ഖുവ ആഖില കൊണ്ട് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ആ ഇൽമിൽ വീഴ്ച വരുത്തിയവന് ളാലാണ്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഖൈദുകൾ യഹൂദന്മാരാണ് എന്ന് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണ് എന്ന് തഖ്സീസാക്കാൻ പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളില്ലാത്ത അവസരത്തിൽ ഇത്ലാഖൻ എന്ന രീതിയിൽ പറഞ്ഞതുകൊണ്ട് ഇവിടെ ഇങ്ങനെ അർത്ഥം വെക്കലാണ് ന്യായമായ അഭിപ്രായം. അപ്പം മനുഷ്യന്മാർ 3 കിസ്മാണ്. എന്തടിസ്ഥാനത്തിൽ? ഇൽമും അമലും, നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഇൽമ്, പിന്നെ അമലിയായ ഇൽമ് ഒക്കെ അതിൽ ഉൾപ്പെട്ടു, അതനുസരിച്ച് പ്രവർത്തിക്കുക, അത് പരിഗണിച്ചിട്ട് മനുഷ്യന്മാർ 3 കിസ്മാണ്. അവർ ഒന്നിരിക്കൽ അവർ ആലിമായിരിക്കും അല്ലെങ്കിൽ ജാഹിലായിരിക്കും. ആലിമാണെങ്കിൽ അവൻ്റെ ഇൽമ കൊണ്ട് അവന് കൃത്യമായി പ്രവർത്തിക്കുന്നവനായിരിക്കും, അവനാണ് മുൻഅം അലൈഹി ഖദ് അഫ്ലഹ മൻ സക്കാഹ. ഇനി ആലിമാണ്, പക്ഷേ അവൻ്റെ ഇൽമ കൊണ്ട് അവൻ പ്രവർത്തിക്കുന്നവനല്ല, അവനാണ് മഗ്ലൂബ് അലൈഹി.
അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയാവൻ. പിന്നെ മൂന്നാമത്തെ കിസ്മ് ജാഹിലാണ്, നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വിജ്ഞാനങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നവൻ ജാഹിൽ, ലാല്, അവനാണ് ലാല്. അൽ മുഷാറു ഇലൈഹി ഖൗലിഹി വഖദ് ഖാബ മൻ ദസ്സാഹ. അപ്പം മനുഷ്യന്മാർ ഈ മൂന്ന് കിസ്മിൻ്റെ അപ്പുറത്ത് വേറൊരു ഗ്രൂപ്പില്ല എന്നതാണ് വസ്തുത. വൈലുൽ ജാഹിലി മറത്തൻ വവൈലുൽ ആലിമി സബഈന മറ. ഇവിടെ ലാലായ ആളുകളെക്കാൾ മഗ്ലൂബ് അലൈഹിയായ ആളിനെ തഖ്ദീം ചെയ്ത് പറഞ്ഞു. കാരണം മഗ്ലൂബ് അലൈഹി ആരാണ്? ആലിമായ ആളാണ്, പക്ഷേ ആ ഇൽമിനനുസരിച്ച് അവൻ പ്രവർത്തിക്കാത്തവനാണ്. പ്രവാചകർ പറഞ്ഞു വൈലുൽ ലിൽ ജാഹിലി മറത്തൻ വവൈലുൽ ലിൽ ആലിമി സബഈന മറ. അത്ര കഠിനമാണ് ഇൽമ് ഉണ്ടായിട്ടതനുസരിച്ച് പ്രവർത്തിക്കാത്തത് എന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ വിശദീകരണമാണ് ഈ പറഞ്ഞ ഒരുപാട് വിശദീകരണങ്ങളിൽ നിന്ന് ഏറ്റവും ന്യായമായത് എന്നാണ് മുസന്നിഫ് പറയുന്നത്. ഇനി വലല്ലാലീൻ എന്നതിൽ വേറെ ഒരു ഖിറാഅത്തുണ്ട്. വഖുരിഅ വലല്ലാലീൻ, അലിഫിനെ ഹംസയാക്കി മറിച്ചിട്ട്. കാരണം അലിഫ് എന്ന് പറഞ്ഞാൽ ഉഖ്തുൽ ഹംസത്തി, ഹംസന്റെ ഉഖ്താണല്ലോ. അപ്പോൾ ലാലീൻ എന്ന് പറയുമ്പോൾ പിന്നെ ബിൽ ഹംസത്തി, ലാ എന്ന അലിഫിനെ അതിനെ ഹംസയാക്കി മറിച്ചിട്ട്, മഫ്തൂഹായ ഹംസയാക്കി മറിച്ചിട്ട് അങ്ങനെ ഒരു ഖിറാഅത്തുണ്ട്. അലാ ലുഗത്തി മൻ ജദ്ദ ഫിൽ ഹർബി മിൻ ഇൽതിഖാഇ സാക്കിനൈനി. ഇൽതിഖാഉ സാക്കിനൈനി തീരെ അംഗീകരിക്കാത്തവരുടെ ലുഗത്ത് അനുസരിച്ചിട്ട്. ഇൽതിഖാഉ സാക്കിനൈനി രണ്ട് സാക്കിനായ ഹർഫുകൾ ഒരുമിച്ച് വന്നാൽ ഒന്നിനെ കളയും എന്നത് പൊതു കായികയാണ്. എന്നാൽ ഇൽതിഖാഉ സാക്കിനൈനി അംഗീകരിക്കുന്ന അനുവദിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, സഞ്ചാനിലൊക്കെ പറഞ്ഞതുപോലെ. അതെങ്ങനെയാണ്? ഒന്നാമത്തെ ഹർഫ് മദ് ലീനിൻ്റെ ഹർഫിൽ നിന്ന് ഏതെങ്കിലും ഒന്നാവുക, പിന്നെ തൊട്ട് ശേഷം വരുന്നത് മുദഗമായ മുശദ്ദദായ ഹർഫാവുക. ഉദാഹരണം അവിടെ തന്നെ പറഞ്ഞത് ദാബത്ത് എന്നതിൽ അലിഫ് സാക്കിനാണ്. പിന്നെ ബ എന്ന മുശദ്ദദായ ഹർഫിൽ ഒന്നാമത്തെ ബ സാക്കിനാണ്. അപ്പോൾ അവിടെ നമ്മൾ പിന്നെ മുഖ്തഫറാണ്, അവിടെ പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. അത് ഈ ഒരു കണ്ടീഷനോട് കൂടെയാണ്. അതുപോലെ തന്നെയാണ് ലാലിൻ എന്നിടത്തും. ലാലിൻ എന്നതിൽ അലിഫിന് സാക്കിനാണ്, ലാമിന് മുശദ്ദദാണ്. ലാമിലെ ഒന്നാമത്തെ ലാമ് അത് സാക്കിനാണ്. ശരിക്കും ഇൽതിഖാഉ സാക്കിൻ അവിടെ ഉണ്ട്, എന്നാൽ അത് പ്രശ്നമില്ലാത്ത മേഖലയാണ്. എന്നാൽ അത് തീരെ സമ്മതിക്കാത്ത വിഭാഗം ആളുകളുടെ ലുഗത്ത് അനുസരിച്ചിട്ടാണ് ലഅല്ലീൻ എന്ന അലിഫിനെ മറിച്ച് ഹംസയാക്കി ഉച്ചരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇത്രയൊക്കെയാണ് ഈ വിഷയത്തിൽ. ഇനി ആമീൻ എന്നതിൻ്റെ വിശദീകരണം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.